ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും ഓണമൊക്കെ അടിച്ചു പൊളിച്ചു. ഞാനിത് കുറച്ച് മുന്നേ എടുത്തു വെച്ച വീഡിയോ ആണ്. അപ്പോൾ എഡിറ്റൊക്കെ ചെയ്ത് വെച്ച് വോയിസ് ഓവർ എടുക്കാൻ വീണ്ടും മടിയായിട്ട് ഇങ്ങനെ വെച്ചു. അപ്പോൾ ഇന്നത്തെ ഡേയിൽ ഞാൻ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്നത്തെ ഡേയിൽ ഫസ്റ്റ് ഞാൻ പഠിച്ചത് എക്കോസിസ്റ്റം ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ എടുത്തു. എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടപ്പെട്ട ചാപ്റ്ററാണ്. ഞാൻ പഠിക്കുന്ന സമയം മുതലേ എനിക്ക് ഈ ചാപ്റ്ററോട് ഭയങ്കര ഒരു ഇഷ്ടമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പുറത്തൊക്കെ വന്നു. ഇന്ന് വേഗം തന്നെ നേരം പുലർന്നെന്ന് തോന്നുന്നു. നല്ല വെളിച്ചമുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എടുത്തത് ഓർഗാനിക്കിലെ ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അറൈൻസ് ആയിരുന്നു. അത് ഞാൻ കയ്യിലുണ്ടായ നോട്ട്സ് വെച്ച് ഇങ്ങനെ റിവൈസ് ചെയ്തു. അപ്പോൾ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയണമെന്ന് തോന്നി. കഴിഞ്ഞ ദിവസം ഞാൻ ആഷിഖ് സാറിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിലുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു കുട്ടി സാറിന് അയച്ച വോയിസ് മെസ്സേജിനെ കുറിച്ച് പറയുന്നതാണ്. അതായത് ആ ഒരു കുട്ടിക്ക് ഡിപ്രഷനെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയാം. പക്ഷേ ആ കുട്ടിയുടെ ലൈഫിൽ അത് വന്നപ്പോൾ അത് ഡിപ്രഷനാണോ എന്നുള്ള ഒരു മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ അത് നമ്മൾ പലരും ഫീൽ ചെയ്തിട്ടുണ്ടാവും. അത് ഡിപ്രഷനാണോ അല്ലെങ്കിൽ എന്താണെന്ന് നമുക്ക് പോലും മനസ്സിലാക്കാൻ പറ്റാത്തൊരു രീതിയിൽ. ഗേൾസിനാണെങ്കിൽ ഇപ്പം പീരിയഡ്സ് അടുത്താലും അല്ലെങ്കിൽ പീരിയഡ്സ് കഴിഞ്ഞാലും മൂഡ് സ്വിങ്സ്, അത് ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് മാറ്റാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേജ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഒരു കാര്യം ഓർക്കുക, ഒരിക്കലും ഡിപ്രഷൻ എന്ന് പറയുന്നത് നമ്മുടെ വീക്ക്നെസ് അല്ല, മറിച്ച് അത് തുടച്ചു നീക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സപ്പോർട്ടും കെയറും ഒക്കെ ആവശ്യമാണ്. സ്വയമായിട്ട് പരിചരിക്കുക. അതായത് നമുക്ക് ഹാപ്പിനെസ് തരുന്ന അല്ലെങ്കിൽ നമുക്ക് കംഫേർട്ട് തരുന്ന ആക്ടിവിറ്റീസുകൾ ചെയ്യുക. സപ്പോർട്ടിന് വേണ്ടിയിട്ട് നമ്മുടെ വിശ്വസ്തനായ കൂട്ടുകാരനോടോ അല്ലെങ്കിൽ ഫാമിലി മെമ്പറിനോടോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽത്ത് മെൻറ്ററിനോടോ നമ്മൾ സംസാരിക്കുക. അതേപോലെ നെഗറ്റീവ് തോട്ട്സ് ചലഞ്ച് ചെയ്യുക, നെഗറ്റീവ് ചിന്തകളിൽ നിന്ന് ഫ്രെയിം ഔട്ട് ചെയ്യുക. അതേപോലെ പോസിറ്റീവായ കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക. ചെറിയ ചെറിയ കാൽവെപ്പുകൾ എടുക്കുക. അതായത് നമ്മുടെ ആക്കവും ആത്മവിശ്വാസവും കൂട്ടാനായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും വിഭജിച്ച് സ്റ്റെപ്പായിട്ട് ചെയ്യുക. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ പറ്റി ചിന്തിക്കുക, അല്ലാതെ കഴിഞ്ഞുപോയ കാര്യത്തെ പറ്റിയോ വരാനിരിക്കുന്ന കാര്യത്തെ പറ്റിയോ ചിന്തിച്ച് വെറുതെ ടെൻഷൻ അടിക്കാതെ ഇരിക്കുക. സ്വയം ഉപദ്രവിക്കുന്നതിനെക്കുറിച്ചോ ആത്മഹത്യയെക്കുറിച്ചോ ചിന്തകൾ നിങ്ങളെ മല്ലിടുകയാണെങ്കിൽ എന്തായാലും ഒരു പ്രൊഫഷണൽ മെൻറ്ററുടെ സപ്പോർട്ട് എന്തായാലും നേടുക. അപ്പോൾ ഈ ഞാൻ പറഞ്ഞു തന്ന ടിപ്സ് ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുകയാണെങ്കിൽ അവരതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറയണം. അപ്പോൾ ഞാനങ്ങനെ കെമിസ്ട്രി കഴിഞ്ഞു, NCERT ഒക്കെ വായിച്ചു. NCERTയിൽ ഉണ്ടായിരുന്ന IUPAC നെയിംസൊക്കെ ചെയ്തു. പിന്നെ ഒരു കാര്യം പറയാനാണെങ്കിൽ ടെല്ല ക്ലാസ്സസിൻ്റെ പുതിയ പ്രോഗ്രാം അല്ലെങ്കിൽ പുതിയ കോഴ്സ് നാളെയാണ് ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കോഴ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനിതിൽ പോസ്റ്റർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ആ പോസ്റ്റർ നോക്കിയാൽ മനസ്സിലാവും. ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ടൈം വേസ്റ്റ് ചെയ്യാതിരിക്കും. അത് കഴിഞ്ഞ് എൻ്റെ കയ്യിലുണ്ടായിരുന്നൊരു മെറ്റീരിയലാണ്, ഫോണിലുണ്ടായിരുന്നൊരു മെറ്റീരിയലാണ് ക്വസ്റ്റ്യൻ ചെയ്തത്. അത് കഴിഞ്ഞ് ഞാൻ എടുത്തത് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് ആയിരുന്നു. NCERT വായിച്ചു. എൻ്റെ കയ്യിൽ നോട്ട്സും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അതിൻ്റെയും ക്വസ്റ്റ്യൻ ചെയ്യാനിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ പഠിക്കാമെന്ന് വിചാരിച്ചത് അനലറ്റിക്കൽ കെമിസ്ട്രി ആയിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ പഠിച്ചതാണ്. പക്ഷേ എനിക്ക് എന്തോ ആ NCERT ഡയറക്റ്റ് പഠിക്കുമ്പോൾ എനിക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ അങ്ങനെ തലയിൽ നിൽക്കുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ക്ലാസ് കണ്ട് നോട്ട് സിംപ്ലിഫൈ ചെയ്തിട്ട് അങ്ങനെ പഠിക്കാമെന്ന്. അപ്പോൾ അങ്ങനെ പഠിച്ചപ്പോൾ കുറേ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. ഞാൻ ടെല്ലയുടെ തന്നെയായിരുന്നു ക്ലാസ് കണ്ടത്. അങ്ങനെ വേഗം ക്ലാസ് കണ്ടു. കയ്യിൽ അതിൻ്റെ തന്നെ പ്രിൻ്റ് ഔട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഉള്ള കാര്യങ്ങൾ ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചു. പിന്നെ നിങ്ങളുടെ പഠിത്തമൊക്കെ ഇങ്ങനെ പോകുന്നു?
എൻ്റെ പഠിത്തം അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നുണ്ട്, ദൈവം സഹായിച്ചിട്ട്. ഇപ്പം വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി വല്ല കുഴപ്പവും കുറച്ച് കഴിഞ്ഞാൽ കാരണം നമ്മൾ പല പ്രതിസന്ധികൾ നേരിടുമല്ലോ. അപ്പോൾ എല്ലാം നേരിടാനുള്ള ചങ്കൂറ്റത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനി വീഡിയോസൊക്കെ കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ജൂൺ മാസം ഞാൻ എൻ്റെ ബ്രദറുമായിട്ടൊരു ബെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ജൂൺ ആകുമ്പോഴേക്കും ഞാൻ 1K ഒക്കെ അടിക്കും. പക്ഷേ ഇതുവരെ ഒരു 500 പോലും അടിക്കാൻ പറ്റാത്ത രീതിയിൽ ഇപ്പോൾ എന്നെ അവൻ കളിയാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ.